ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ സാംസങ് S24 അൾട്രേൻ്റെ പ്രൈസും ഡീലും ഒക്കെ ഇന്നലെ രാത്രി ആക്ച്വലി ആമസോണിൽ വന്നിട്ടുണ്ടായിരുന്നു. എക്സ്പെക്ട് ചെയ്ത പ്രൈസിനെക്കാട്ടും കുറച്ച് കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. 71,999 പ്രൈസിലാണ് നമ്മുടെ S24 അൾട്ര സ്റ്റാർട്ടിങ് പ്രൈസിൽ വന്നേക്കുന്നത്. ഇത് ആക്ച്വലി കാർഡ് ഡിസ്കൗണ്ട് ഇൻക്ലൂഡഡ് അല്ലാണ്ടാണ് ഇതിൽ ഈ 71,999 ഇനി കാർഡ് ഡിസ്കൗണ്ടും കൂടി വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് SBI കാർഡ് മാത്രമേ ഉള്ളൂ. അതാണ് ഏറ്റവും ബോർഡ് പരിപാടി. എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉള്ള SBI കാർഡ് എന്താ ഡയറക്റ്റ് ഉള്ള SBI കാർഡ് എൻ്റെ ഇല്ല. നോർമലി SBI സിംപ്ലി ക്ലിക്ക് കാർഡിൽ അല്ലെങ്കിൽ സിംപ്ലി സേവിനാണ് കിട്ടുക. ഞാൻ ആക്ച്വലി ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞാൻ S24 അൾട്ര ഞാൻ വാങ്ങിക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളത് ആകെ ക്യാഷ് ബാക്ക് കാർഡും IRCTC കാർഡൊക്കെ അതിന് കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ SBI സിംപ്ലി ക്ലിക്കും സിംപ്ലി സേവും അപ്ലൈ ചെയ്യാൻ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഒരു 6 മാസം മുമ്പ് ക്ലോസ് ചെയ്തുള്ളൂ. അപ്പോൾ എന്തായാലും ലിങ്ക് കിട്ടില്ല. അപ്പോൾ ആ ഡിസ്കൗണ്ട് അങ്ങോട്ട് പോയി കിട്ടി, ക്യാഷ് ബാക്ക്. ഇതാണ് കുഴപ്പം. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ സെയിൽസിൻ്റെ സമയത്ത് അതേപോലെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ S24 ഇറങ്ങിയിട്ടുണ്ടല്ലോ, 39,999 ആണ്. അത് 128 GB ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് കാർഡ് ഡിസ്കൗണ്ട് കിട്ടും. ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, കോട്ടക് ബാങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നല്ല ഡീൽ കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കുക. ഇനി ഓൾമോസ്റ്റ് ഒരു ഇന്ന് 18 ഇങ്ങനെ. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കൊരു 1 വീക്കിൻ്റെ ഓൾമോസ്റ്റ് അടുത്തുണ്ട്. നമുക്ക് കാർഡ് അപ്രൂവ് ആവുകയാണെങ്കിൽ അത്രയും ഉള്ളിൽ തന്നെ സുഖമായിട്ട് അപ്രൂവ് ആവും. നോർമലി ഒരു 1 to 3 ഡേയ്സിനുള്ള അപ്രൂവ് ആവുകയും ചെയ്യും. നമുക്ക് വിർച്വൽ കാർഡ് കിട്ടും ചെയ്യാം. ആപ്പിൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഫിസിക്കൽ കാർഡ് കിട്ടണമെന്നുള്ള നിർബന്ധമില്ല. എന്തായാലും ഒരു 1 വീക്ക് ഉണ്ടെങ്കിൽ എന്തായാലും ഫിസിക്കൽ കാർഡും കയ്യിൽ കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. എന്താ വെച്ചാൽ നമുക്ക് സ്റ്റാർട്ടിങ് എന്താ വെച്ചാൽ സാംസങ് S24 S24 അൾട്രയും എൻ്റെ അമ്മ ഒരു വണ്ടി പോയ പോക്കാവാണ്. S24 അൾട്രയും എന്തായാലും സ്റ്റോക്ക് ഔട്ട് ആവാനൊന്നും ചാൻസ് കുറവാണ്. നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ പരിപാടി നോർമലി ഫ്ലിപ്കാർട്ട് S24 ഉണ്ട്. പക്ഷേ S24 എനിക്ക് തോന്നുന്നില്ല ഭയങ്കരമായിട്ടൊന്നും സെയിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ബാറ്ററി ബാക്കപ്പ് വലിയ കാര്യമായിട്ടൊന്നും എന്ന് വെച്ചാൽ പഴയ പരിപാടി തന്നെയാണല്ലോ. S25 പ്രൈസ് കുറഞ്ഞ് കിട്ടുന്നുണ്ടെന്നാണ് കേട്ടത് കേട്ടോ. 60 അത് ഫ്ലിപ്കാർട്ടിലല്ല ആമസോണിലാണ് 67 സംതിങ് കൊണ്ടാണ് വിത്തൗട്ട് കാർഡ് ഓഫർ പ്രൈസ് വന്നിരിക്കുന്നത്. അതും നല്ല ഡീലാണ്, കുഴപ്പമില്ലാത്ത ഡീലാണ്. പക്ഷെ എന്നാലും 256 GB ആണെന്നുണ്ട്. എന്നാലും കുറച്ച് ഓവർ പ്രൈസാണ്. എന്നാലും അവർ ലോഞ്ച് ചെയ്ത പ്രൈസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര കുറവല്ലേ. അപ്പോൾ S20 പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു 40,000 ഉള്ളിൽ നല്ലൊരു ക്യാമറ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് S24 നോർമൽ S24 കൺസിഡർ ചെയ്യാം കേട്ടോ. നല്ല ക്യാമറാസാണ്, പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ 128 GB ആണ്. എനിക്ക് തോന്നുന്നു കാർഡ് ഡിസ്കൗണ്ടും കൂടിയിട്ട് 256 GB 40 താഴെ കിട്ടും തോന്നുന്നുണ്ട് എന്തായാലും. എന്താ വെച്ചാൽ പക്ഷേ ഐഫോൺ കിട്ടില്ല കേട്ടോ. iPhone 15 ഉണ്ടല്ലോ, iPhone 16 ഉണ്ടല്ലോ. 51,999 128 GB ആണ്. 256 GB 61,999. അപ്പോൾ എന്തായാലും കാർഡ് ഡിസ്കൗണ്ട് കൂടി കഴിഞ്ഞാൽ മാക്സിമം കൂടി കഴിഞ്ഞാൽ കാർഡ് ഡിസ്കൗണ്ട് 5,000 ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും 55 56 റേഞ്ചിലേ വരുള്ളൂ. അപ്പോൾ എന്നാലും വലിയ കുഴപ്പമില്ല. 51 വരുമ്പോൾ വലിയ കുഴപ്പമില്ല. എന്നാലും പക്ഷേ 50 റേഞ്ചിൽ എന്തായാലും കിട്ടില്ല. 50 താഴെ മിക്കതും എനിക്ക് തോന്നുന്നത് 48,999 ആണെന്നാണ് കാർഡ് ഡിസ്കൗണ്ടും കഴിഞ്ഞിട്ട് നമ്മുടെ iPhone 16 പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഐഫോണൊക്കെ എനിക്ക് തോന്നുന്നത് ഫ്ലിപ്കാർട്ട് ആയതുകൊണ്ട് തന്നെ ഈ നിങ്ങൾക്ക് ഇപ്പോൾ പ്ലസ് മെമ്പറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇവന്മാരെ ഉദ്ദേശിക്കാൻ പറ്റില്ല. ഇവന്മാരെ വാങ്ങിക്കാൻ പോകുമ്പോൾ ഓരോ പുതിയ റൂളൊക്കെ കൊണ്ടുവരും. ഫ്ലിപ്കാർട്ട് ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. എന്തായാലും ഞാൻ ആമസോണിൽ നിന്ന് മിക്കതും S24 അൾട്ര വാങ്ങിക്കാനുള്ള ഉദ്ദേശമുണ്ട്. പക്ഷേ എന്തായാലും കാർഡ് ഡിസ്കൗണ്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡൗട്ടായിട്ടിരിക്കുക. ഇനിയിപ്പോൾ സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ വരുമെന്നാണ് സംശയം. അതിലെന്താണെങ്കിൽ വരികയാണെങ്കിൽ എന്തായാലും മിക്കതും ICICI ബാങ്കും HDFCയും ആക്സിസൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ അവരോട് ചാറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇവർക്ക് വലിയ പിടിയൊന്നുമില്ല. ഇതുവരെയായിട്ട് അവരുടെ കസ്റ്റമർ സപ്പോർട്ട് ടീമിന് ഇതിനെക്കുറിച്ച് വലിയ വിവരമൊന്നുമില്ല. സപ്പോർട്ട് എന്താ പറയുക, ഇതിലോ അത് ആമസോണിൻ്റെ ഓഫറാണോ സാംസങ്ങിൻ്റെ ഓഫറാണോ. പക്ഷേ നിങ്ങൾക്ക് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഈ ഒരു 70 രൂപയ്ക്ക് എന്തായാലും കാർഡ് ഡിസ്കൗണ്ടും കഴിഞ്ഞിട്ട് നമുക്കൊരു 67-68 രൂപയ്ക്ക് കിട്ടും വിചാരിക്കാം. ആ പ്രൈസിന് നിങ്ങൾ 2025 S24 അൾട്ര എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എടുക്കണം തന്നെ, എടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണെന്ന് തന്നെ പറയുള്ളൂ. എന്ന് വെച്ചാൽ നല്ല ഡീൽ തന്നെയാണ് പറയുമ്പോൾ. ഒരു കൊല്ലം പഴയതാണെങ്കിലും S25 അൾട്രയായിട്ട് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അവന്മാർ കുറച്ച് ഡൗൺ ഗ്രേഡാണ് ചെയ്തൊക്കെ ചെയ്യുന്നത്. എക്സെപ്റ്റ് നമ്മുടെ സെൻസർ മാറ്റുന്നുണ്ടല്ലാണ്ട് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ആ ഡിസൈൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോറാക്കെ ചെയ്തതെന്ന് വെച്ചാൽ ഈ കട്ട് ഡിസൈൻ ആയിരുന്നു ഈ അൾട്ര സീരീസുകളുടെ ഒരു വെറൈറ്റി. അത് അലമ്പാക്കി വെച്ചല്ലോ. ഇതിപ്പോൾ A സീരീസ് ഫോൺ വലുതാക്കി വെച്ച പോലെയാണല്ലോ S25 അൾട്ര വന്നിരിക്കുന്നത്. പിന്നെ പോരാ തന്നെ ബ്ലൂടൂത്ത് ഫംഗ്ഷൻ എടുത്ത് കളഞ്ഞു പെന്നിൻ്റെ. അപ്പോൾ നോക്കുകയാണെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ഇതെടുത്താലും അത്യാവശ്യം സുഖമായിട്ട് തന്നെ 7 കൊല്ലം അപ്ഡേറ്റ് ഒക്കെ ഉണ്ട്. 7 കൊല്ലത്തേക്ക് ഇവന്മാരുടെ സ്ക്രീൻ നിൽക്കുമെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ അത് പറയാനൊന്നും പറ്റില്ല. പക്ഷേ എന്നാലും ഒരു 2 കൊല്ലം ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല ഡീൽ തന്നെയാണ് ആ പ്രൈസിന്. ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയതുകൊണ്ട് തന്നെ കേട്ടോ. പിന്നെ 512 GB ഒക്കെ വരുമെന്ന് എനിക്ക് സംശയമാണ്. 256 GB മാത്രമേ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ കേട്ടോ. എന്തായാലും ഞാൻ നോക്കട്ടെ. എന്തായാലും ഞാൻ വാങ്ങിക്കാനുള്ള പ്ലാനുണ്ട്. പക്ഷേ ഈ കാർഡില്ലാത്തതുകൊണ്ട് പിന്നെ ഇപ്പം ഇനി സാംസങ്ങിൻ്റെ സൈറ്റിൽ വരുമോയെന്ന് അറിയില്ല.
അപ്പോൾ ആരൊക്കെ വാങ്ങിക്കാൻ പ്ലാൻ ഒന്നും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. S24 അൾട്ര, ഐഫോൺ 16 പ്രോ അത് എന്തായാലും ആദ്യ ദിവസം ഒരു കുറച്ച് മണിക്കൂർ ഉണ്ടാവുള്ളൂ. മിക്ക അവന്മാരുടെ ലൈഫ് പരിപാടി തന്നെ ആയിരിക്കും ഫ്ലിപ്കാർട്ടിൻ്റെ. അപ്പോൾ കിട്ടാനുള്ള ചാൻസ് ഒന്നുമില്ല. അപ്പോൾ ആരൊക്കെ ഇതൊക്കെ വാങ്ങിക്കണമെന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന ഫോൺ ഏതായി സെയിൽസിലൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ആക്സിസ് ബാങ്ക് അല്ല, നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടാ. അപ്പോൾ അതിൻ്റെ ചെയ്യാം. അടുത്ത വീലാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണ്. എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യലിസ്റ്റാണ്. നമ്മുടെ ടെക് ഫിനാൻസ് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്ത അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. ടെലിഗ്രാം പേജിൻ്റെയും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡീൽസും ക്രെഡിറ്റ് കാർഡ് ലിങ്ക്സ് ഒക്കെ ഷെയർ ചെയ്യുന്നതാണ് മറക്കണ്ട കേട്ടോ. ഫോളോ ചെയ്യാൻ താഴെ നോക്കിയാൽ മതി.